ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ സ്പീഡ് ടെസ്റ്റ്, ഇൻ്റർനെറ്റ് സ്പീഡ് എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. വേറെ ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ ഡയറക്റ്റ് എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അഡ്രസ് ബാറിലായിട്ട് സെർച്ചിലല്ല, അഡ്രസ് ബാറിൽ തന്നെ എൻ്റർ ചെയ്യുക. www.fast.com എന്ന് എൻ്റർ ചെയ്യുക. www.fast.com എന്ന് എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ നോക്കുന്നത് എൻ്റെ മൊബൈലിലാണ്. മൊബൈലിൽ സ്പീഡ് കുറവാണ്, വൈഫൈയിലല്ല. ഏകദേശം എനിക്ക് തോന്നുന്നു വളരെ സ്പീഡ് കുറവുള്ള കണക്ഷനിൽ നമുക്കിത് ചെക്ക് ചെയ്യാമെന്ന് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് www.fast.com എന്ന അഡ്രസ് ബാറിൽ അടിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഏകദേശം 1 Mbps താഴെ സ്പീഡാണ് ഇവിടെ കാണിക്കുന്നുള്ളൂ. ഇതിപ്പോൾ എൻ്റെ മൊബൈൽ കണക്ഷനാണ് ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ട് തന്നെ സ്പീഡ് വളരെ കുറവാണ്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് വെബ് ബ്രൗസറിൽ www.fast.com എന്ന് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്പീഡ് വളരെ വ്യക്തമായി തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഇപ്പോൾ സ്പീഡ് വന്നു കഴിഞ്ഞു. 600 kbps ആണ് സ്പീഡ് വന്നത്. ഇതിൻ്റെ മോർ ഇൻഫോ അല്ലെങ്കിൽ ആ സൈഡിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അതിൻ്റെ അപ്ലോഡിംഗ് സ്പീഡ് എത്രയാണെന്നും കാണാൻ സാധിക്കും. ഏകദേശം 2 Mbps അതിൻ്റെ അപ്ലോഡിംഗ് സ്പീഡ് വരുന്നുണ്ട്. സോ അപ്ലോഡിംഗ് സ്പീഡും നമുക്കിതിനകത്ത് അറിയാൻ സാധിക്കും. ഇതുപോലെ തന്നെ വേറൊരു സൈറ്റും കൂടി ഞാനിവിടെ പരിചയപ്പെടുത്താം. നമ്മുടെ ഉക്ലയുടെ സൈറ്റ് തന്നെയാണ്. www.speedtest.net എന്നാണ് അതിൻ്റെ പേര്. ഇതും അഡ്രസ് ബാറിൽ തന്നെ അടിക്കുക, സെർച്ചിലല്ല അടിക്കേണ്ടത്. അഡ്രസ് ബാറിൽ തന്നെ www.speedtest.net എന്നടിക്കുക. അത് എൻ്റർ ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ ഒരു സ്പീഡോമീറ്റർ അതിലും വരുന്നതായിരിക്കും. ഈ രണ്ടും നമുക്ക് എന്താണ് ഒരു വ്യത്യസ്തം, ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് കാണിച്ചില്ലെന്ന് വരും, എററായിട്ട് വരും. കാരണം സ്പീഡ് കുറഞ്ഞ കണക്ഷനിലും മൊബൈൽ കണക്ഷനിലുമൊക്കെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇങ്ങനെ ഡയറക്റ്റ് ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് അവിടെ ഈ ഡയറക്റ്റ് അഡ്രസ് ബാറിൽ ഇതുപോലെ നമ്മൾ വെബ് അഡ്രസ് അടിച്ചു കൊടുത്ത് സ്പീഡ് ടെസ്റ്റ് നോക്കുന്നതായിരിക്കും വളരെ നല്ലത്. ഇതിപ്പോൾ www.speedtest.net റിസൾട്ട് വരുന്നുണ്ട്. അവിടെ ഗോ എന്നുള്ളൊരു ബട്ടൺ വരും, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്പീഡ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് 2-3 പ്രാവശ്യം speedtest.net ക്ലിക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് സ്പീഡിനായിട്ട്. ആക്ച്വലി fast.com ഇതിലും ഫാസ്റ്റായിട്ട് തന്നെ ഓപ്പൺ ആയായിരുന്നു. fast.com ആണ് നമ്മൾ ഡയറക്റ്റ് സ്പീഡ് ടെസ്റ്റ് മൊബൈലിൽ നോക്കുമ്പോൾ ഏറ്റവും നല്ലത് fast.com ആണ്. ഇപ്പോൾ ഇതിനകത്ത് മീറ്റർ ഓപ്പൺ ആയി വരുന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് സ്പീഡ് നോക്കാം. ഇതും മൊബൈൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ വളരെ സ്പീഡ് കുറവായിരിക്കും കാണിക്കുന്നത്. നമുക്ക് ആപ്ലിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് വെബ് ബ്രൗസറിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് സ്പീഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. എത്ര സ്പീഡ് കിട്ടുന്നുണ്ടെന്നുള്ളതിൻ്റെയും എത്ര വേരിയേഷൻ വരുന്നുണ്ടെന്നുള്ളതിൻ്റെയും ബാക്കിയെല്ലാം ഡീറ്റെയിൽസും നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇതിനകത്ത് നമുക്ക് കാണാം 0.17 Mbps സ്പീഡിലാണ് അത് വരുന്നത്. വളരെ സ്പീഡ് കുറഞ്ഞായിട്ടാണ് കാണിക്കുന്നത്. കാരണം വളരെ സ്പീഡ് കുറഞ്ഞ കണക്ഷനിൽ നമുക്ക് എങ്ങനെ സ്പീഡ് ടെസ്റ്റ് ഫലപ്രദമായി ചെയ്യാം എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇത് ഇനിയും നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കാണിച്ചിരിക്കുന്ന പോലെ ട്രൈ അഗെയിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി സ്പീഡ് ടെസ്റ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഈ www.speedtest.com വീണ്ടും സ്പീഡോമീറ്റർ വരുന്നതായിരിക്കും. അവിടെ സ്പീഡ് കാണാനും സാധിക്കുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പീഡ് വീണ്ടും ടെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. കാരണം നമുക്കൊരു പ്ലേ സ്റ്റോറിൽ നിന്നും ഇതുപോലത്തെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തപ്പോഴും സ്പീഡ് ടെസ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബ്രൗസർ ഓൺ ചെയ്യുക. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓൺ ചെയ്ത് ഈ പറഞ്ഞ 2 വെബ് അഡ്രസ്സിൽ ഏതെങ്കിലും ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്പീഡ് ടെസ്റ്റ് നോക്കി റിസൾട്ട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.